ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാമ നന്ദിതയോടും രാജശ്രീയോടും പറയുന്നുണ്ട്, രാജശ്രീയുടെ ബന്ധുവൊക്കെ തന്നെയാണ് സുകന്യ, കല്യാണത്തിനൊക്കെ സമ്മതിച്ചതാണ്. പിന്നെ ധർമ്മൻ്റെ ആ ഒരു സമയത്ത് നല്ലൊരു ജീവിതം കൊടുത്തൊരു കുട്ടിയും കൂടെയാണ്. പക്ഷേ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു പുകമറ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അതേടി, ഇത്രയും ദിവസമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്, ഈ സുകന്യയുടെ വീട്ടുകാരെങ്കിലും ഇവിടെ വന്നോ? അച്ഛനോ അമ്മയോ ആരെങ്കിലും? ഓ, അതാണോ ഇപ്പോൾ വലിയ കാര്യം? ഇതൊക്കെ ഒരു നാട്ടു നടപ്പല്ലേ എന്ന് നന്ദിത ചോദിക്കുക കേട്ടോ. എന്താ ചേച്ചി പറഞ്ഞത്? നാട്ടു നടപ്പോ? അങ്ങനെയാണെങ്കിൽ ഈ കല്യാണം നടന്നത് നാട്ടു നടപ്പായിട്ടാണോ? അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, അല്ല, നാട്ടു നടപ്പായിട്ടല്ല. കല്യാണം എങ്ങനെയാണ് മുടങ്ങിയത്? അത് ഞാൻ ഇനി ഒന്നുകൂടെ പറയണോ നിൻ്റെ അടുത്ത്? ഓ, അതൊന്നും ഒരു അമ്മ എടുത്തിടേണ്ട കാര്യമില്ല. അമ്മേ, കല്യാണം മുടങ്ങിയതൊക്കെ ശരി തന്നെയാണ്. അച്യുതേട്ടനെയൊന്നും കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ധർമ്മൻ്റെ ജാതകത്തിലെ എന്തോ ദോഷമുണ്ട്, അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പിന്നെ സുകന്യയുടെ വീട്ടുകാർ വരുന്നില്ല, അത് നമുക്ക് സാവധാനം പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരാം. പിന്നെ ഇവൾ ഇതുപോലെയുള്ളൊരു വിവാഹത്തിൽ ചെന്ന് ചാടി എന്നറിഞ്ഞാൽ ആദ്യമൊക്കെ അച്ഛനും അമ്മയ്ക്ക് ദേഷ്യം ഉണ്ടാവില്ലേ? പതിയെ അത് മാറിക്കോളും അമ്മേ. അതൊക്കെ പോട്ടെ. പിന്നെ ഈ സുകന്യയുടെ സ്വഭാവവും പെരുമാറ്റവും സംസാരമൊന്നും എനിക്കത്ര നല്ലതായിട്ട് തോന്നുന്നില്ല, എന്തോ വശപിശൊക്കെ ഉണ്ട് എന്ന് നന്ദിത പറയാം. എന്താ ചേച്ചി കുഴപ്പം? സുകന്യയ്ക്ക് എന്താ കുഴപ്പം? അവൾ എൻ്റെ ബന്ധുവാണ്, അവൾക്കൊരു കുഴപ്പമില്ല, നല്ലൊരു കുട്ടിയല്ലേ അവൾ. പിന്നെ അവളുടെ സംസാരം തൻ്റെ ഇടവും ഒക്കെ കണ്ടില്ലേ? ഓ, അതാണോ ഇത്ര വലിയ കുറ്റം? ആ ദേവമംഗലത്തല്ലേ ചെന്ന് കയറിയിരിക്കുന്നത്? എത്ര അംഗങ്ങളാണ് അവിടെ ഉള്ളത്? അവരുടെ ഇടയിലൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത്തിരി നാക്കും തൻ്റെ ഇടം ഒക്കെ വേണം. അത്രയെങ്കിലും അവൾക്ക് വേണ്ടേ? എന്നാലല്ലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. അതുകൊണ്ട് അവൾ അങ്ങനെയൊക്കെ സംസാരിക്കണത്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം അമ്മ പറയാ, എന്നാലും എനിക്കെന്തോ ടെൻഷൻ പോലെ ഇരിക്കുന്നു. അമ്മ എന്തിനാണ് ടെൻഷൻ അടിക്കണേ? അമ്മ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മേ. പിന്നെ അവരുടെ അച്ഛനും അമ്മയൊക്കെ നമുക്ക് കൊണ്ടുവരാമെന്നുള്ളതല്ലേ ഉള്ളൂ. സമാധാനമായിട്ട് ഇരിക്കുന്ന അവർ പറയാട്ടോ. ദേവമംഗലത്ത് അന്ന് രാത്രി എല്ലാവരും കൂടെ അത്താഴം കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ സുകന്യയും ഗോമതിയും കൂടെയാണ് ഭക്ഷണമൊക്കെ വിളമ്പുന്നത് കേട്ടോ. ബാക്കി എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ സുകന്യയുടെ ഈ സഹകരണവും സ്നേഹമൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും അത്ഭുതം. അതുമാത്രമല്ല, നമ്മൾ ഗോമതിയുടെ കയ്യിൽ നിന്ന് പാത്രമൊക്കെ വാങ്ങി എല്ലാവർക്കും വിളമ്പുക. ചേച്ചി, ഗോമതി ചേച്ചി ഇരിക്കേ, ഞാൻ വിളമ്പിത്തരാം. വേണ്ട, ഞാൻ വിളമ്പിക്കൊള്ളാം. വേണ്ട, ചേച്ചി ഇരിക്കേ എന്ന് പറഞ്ഞ് സുകന്യ വാങ്ങി എല്ലാവർക്കും വിളമ്പുക. അപ്പോൾ ദേവി പറയുന്നുണ്ട്, സുകന്യ ചേച്ചി എന്ത് സ്നേഹത്തോടെ വിളമ്പിത്തരാമെന്ന് പറയുന്നത്. അമ്മ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഒരു സന്തോഷമായി കേട്ടോ. എന്നാലും ഇത്രയും മീനാശം കൂടെ പരസ്പരം നോക്കുന്നുണ്ട്. എന്ത് പറ്റി ഇവരുടെ സ്വഭാവം ഇങ്ങനെ മാറിയോ? അപ്പോഴാണ് ഗോമതി പറയുന്നത്, മോളെ സുകന്യ, ഞാനൊരു കാര്യം നിന്നോട് പറയട്ടെ. എന്താ ചേച്ചി? അല്ല, ഇനി മുതൽ ഇതുപോലെ എല്ലാവരോടും സന്തോഷത്തോടെ നീ സഹകരിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ നീ ഇപ്പോൾ സഹകരിക്കുന്നില്ല എന്നല്ല, എന്നാലും കുറച്ചുകൂടെ അടുപ്പം എല്ലാവരുമായിട്ട് വേണം കേട്ടോ എന്ന് പറയുമ്പോൾ സുകന്യ എല്ലാവരെയും നോക്കുന്നുണ്ട്, ചിരിക്കുകയോ. എല്ലാവർക്കും അതൊക്കെ കേൾക്കുമ്പോഴും ഒരു സന്തോഷം. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, സുകന്യ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയതല്ലേ ഉള്ളൂ, ഇനി പോകുന്ന ഒക്കെ ശരിയായിക്കോളും എന്ന് ബാലനും പറയാം. അപ്പോൾ സുകന്യ പറയാണ്, എനിക്കറിയാം എൻ്റെ ചില രീതികളൊന്നും ബാലേട്ടനും മീനാക്ഷിക്കും ഒക്കെ ആർക്കും പിടിച്ചിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പിന്നെ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ദേവി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് ദേഷ്യമൊന്നുമില്ല. പിന്നെ ചില തർക്കങ്ങളും കുറ്റപ്പെടുത്തലൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ, അതൊക്കെ തന്നെ ഉള്ളൂ, കൂടുതലായിട്ട് ഇവിടെ ഒന്നുമില്ല. അപ്പോൾ മീനാക്ഷി പറയാം, ഓ, അല്ലെങ്കിലും പുറമേ പരിക്കും സ്വഭാവമുള്ളവർക്ക് ഉള്ളിൽ നല്ല സ്നേഹമുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ദേ അങ്കിളിനെ പോലെ എന്ന് മിത്ര പറയാം. അപ്പം നമ്മുടെ അങ്കിൾ അവിടെ ഇരുന്നുകൊണ്ട് ചിരിക്കുകയാണ് കേട്ടോ. അപ്പം തന്നെ ആകാശ് ധർമ്മനോട് പറയാം, മാമൻ്റെ ഭാര്യയ്ക്ക് എന്തു പറ്റി? സ്വഭാവമൊക്കെ ഇത്ര പെട്ടെന്ന് മാറിയോ? ദൈവമേ, ഇനി വലുതൊന്നും വരാതിരുന്നാൽ മതിയേ എന്ന് പറയട്ടോ ധർമ്മൻ. അത് അപ്പോൾ തന്നെ ഉടനെ സുകന്യ പറയാം, ഞാൻ ഇനി എല്ലാവരോടും എല്ലാ കാര്യങ്ങളും തുറന്ന് എന്നെ സംസാരിക്കാം. ഒന്നാമത്തെ കാര്യം തന്നെ ഈ ധർമ്മേട്ടൻ ഒരു കാര്യം എന്നോട് പറയാറില്ല, അതാണ് അപ്പോൾ പിന്നെ ഞാനെങ്ങനെ എല്ലാ കാര്യവും പറയുന്നത്? അപ്പോൾ ബാലൻ പറഞ്ഞിട്ടുണ്ട്, അത് ശരിയായ കാര്യമല്ല ധർമ്മ, ഭാര്യയോടും എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കണം, ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം തന്നെ ഉടനെ സുകന്യ പറയാം, ഇപ്പം തന്നെ ധർമ്മേട്ടന് ഗോമതി സ്റ്റോറിലെ ശമ്പളം അത് എത്രയാണെന്ന് എനിക്കറിയില്ല, ഞാൻ എത്ര വട്ടം ചോദിച്ചു എന്നറിയോ? അത് കേൾക്കണതും എല്ലാവരുടെയും മുഖം ആ സന്തോഷം എല്ലാം പോയിട്ടോ. സുകന്യ ഓരോന്നായിട്ട് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എത്ര തവണ ചോദിച്ചു എന്നറിയോ, എന്നിട്ട് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല ശമ്പളം എത്രയാണെന്ന്. അപ്പോൾ എല്ലാവരുടെയും മുഖം അങ്ങ് മങ്ങി. പിന്നെ വീണ്ടും സുകന്യ പറയാം, ഒരു 40,000 50,000 ഒക്കെ കാണില്ലേ ധർമ്മേട്ടന് ശമ്പളം അല്ലേ ബാലേട്ടാ? അപ്പോൾ വീണ്ടും എല്ലാവരും 40,000 50,000. ആകാശമാണെങ്കിൽ അടുത്തിരുന്നും കൊണ്ട് ചിരിക്കാൻ തുടങ്ങിട്ടോ. എന്നിട്ട് തൊട്ടെന്ന് പറയില്ലേ, മാമ ശമ്പളം ചോദിച്ചപ്പോൾ ഞെട്ടിയാ? അല്ല ബാലേട്ടാ, എന്താ ഞാൻ ചോദിച്ചതിന് മറുപടി പറയാത്തത്? എൻ്റെ ധർമ്മേട്ടന് 50,000 രൂപ ശമ്പളം കൊടുക്കുന്നില്ലേ? എല്ലാവരുടെയും മുഖം എല്ലാം കടന്നല് കുത്തിയതുപോലെ ആയിട്ടോ. ഇനി എന്ത് മറുപടി പറയാൻ പറ്റും? പിന്നെ ആകാശേ, നിനക്ക് എത്രയാണ് കിട്ടുന്നത് എന്ന് അവിടെ നിന്നോട് സുകന്യ ചോദിക്കാം. അപ്പോൾ ആകാശ് പറയല്ലേ, എനിക്കാണെങ്കിൽ ഇതിനേക്കാളും കൂടുതലുണ്ട്, പിന്നെ ബോണസ് ഉണ്ട്, അലവൻസ് ഉണ്ട്, ശമ്പളത്തോടു കൂടിയുള്ള അവധിയുണ്ട്, ഭയങ്കര ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ലേ? അച്ഛനെ ആക്ഷേപിച്ച് പറയാട്ടോ. അപ്പം
ദേവി പറയാണ്, ചേച്ചി ഗോമതി സ്റ്റോർ നമ്മുടെ സ്വന്തം സ്ഥാപനമല്ലേ, അതിനെ കണക്ക് വെച്ച് ശമ്പളവും പ്രതിഫലവും കാര്യങ്ങളും നോക്കുമോ? ആ നോക്കണം, പിള്ളേൻ്റെ നോക്കണ്ടേ? ഒരു ജീവിതമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം കണ്ടും കേട്ടല്ലേ മുന്നോട്ട് പോകേണ്ടത്. ഗോമതി ചേച്ചി പറ, ഇതൊക്കെ നോക്കണ്ടേ? ശമ്പളം എത്രയാണ്? ബാലനാണെങ്കിൽ ആകെ തകർന്നു പോയി കേട്ടോ. എന്നിട്ട് വീണ്ടും അവർ പറയാം, അല്ലെങ്കിലും എല്ലാത്തിനും ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയൊക്കെ വേണ്ടേ? ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്നാണ് പറയാറുള്ളത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ധർമ്മന് ദേഷ്യം വന്ന്, അങ്ങനെ ഗോമതി സ്റ്റോർ അങ്ങനെ വെറുതെ ഒന്നും കളയാറില്ല. അളിയൻ എല്ലാത്തിനും കണക്ക് വെച്ചിട്ടുണ്ട്. ഒരു കണക്ക് പുസ്തകമുണ്ട്. 1 മണി അരി വരെ ഓരോ പൈസ വരുന്നതും പോകുന്നതും എല്ലാം പുസ്തകത്തിൽ കണക്കായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതി വെച്ചിട്ട് കാര്യമുണ്ട് ധർമ്മേട്ടാ, പുസ്തകത്തിൽ നിന്ന് എടുത്ത് എല്ലാവർക്കും വീതിച്ച് കൊടുക്കണ്ടേ? അപ്പം തന്നെ ബാലൻ വീണ്ടും തകർന്നു പോയിട്ടോ. ഓരോ ചോദ്യങ്ങളും ബാലനെ കുത്തി കുത്തി കൊല്ലുന്ന ചോദ്യങ്ങളാണ്. എന്നിട്ട് വീണ്ടും അയ്യോ പാവം ചമച്ചിട്ട് സുകന്യ പറയാം, അല്ല ഞാനിങ്ങനെ കളിയാക്കിയും കുത്തി പറയണമെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ? അല്ല, ഈ ഒരു ഗോമതി സ്റ്റോർ എന്ന് പറഞ്ഞ സ്ഥാപനം നിങ്ങളെന്തോ വലിയൊരു പ്രസ്ഥാനം പോലെയല്ലേ പറയുന്നത്, അതുകൊണ്ട് ഞാൻ ചോദിച്ചതുമാണ് കേട്ടോ. സുകന്യെ നീ മിണ്ടാ നിൽക്ക് എന്ന് ധർമ്മൻ ദേഷ്യപ്പെടുവാണ്. അവസാനം നമ്മുടെ ബാലനാണെങ്കിൽ എന്ത് പറയണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കും ആകാശ് അവിടെ നിന്ന് പറയുകയാണ്, സുകന്യ ചേച്ചി പറയാനുള്ളത് പറയട്ടെ, നമുക്കോ പറയാൻ പറ്റുന്നില്ല, പറയാനുള്ളവരെങ്കിലും പറഞ്ഞോട്ടെ എന്നിങ്ങനെ ആകാശ്. അപ്പോൾ ധർമ്മൻ വിലക്കാണ്, നീ ഒന്നും മിണ്ടാതിരിക്കടാന്നും പറഞ്ഞുകൊണ്ട് കേട്ടോ. പക്ഷെ വീണ്ടും സുകന്യ പറയുന്നുണ്ട്, ബാലേട്ടാ ഞാൻ ചോദിച്ചില്ല എന്തെങ്കിലും തെറ്റുണ്ടോ? ബാലേട്ടൻ തന്നെ പറ. അപ്പോൾ ബാലൻ പറയണേട്ടോ, ഞാൻ പറയാം. സുകന്യ ചോദിച്ചാൽ തെറ്റും ശരിയും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഒരു കാര്യം വ്യക്തമാണ്, ധർമ്മൻ എന്ന് പറയുന്ന ആൾ ഗോമതി സ്റ്റോറിലെ ജോലിക്കാരനല്ല, അതിൻ്റെ ഉടമസ്ഥനാണ്. ധർമ്മൻ്റെയും കൂടെയാണ് ആ ഒരു സ്ഥാപനം. അല്ല, സ്ഥാപനമല്ല, സുകന്യ പറഞ്ഞതുപോലെ പ്രസ്ഥാനം, അങ്ങനെ തന്നെ പറയണമല്ലോ. അപ്പം തന്നെ എല്ലാവർക്കും അതൊരു സന്തോഷമായി അച്ഛൻ്റെ ഈ മറുപടി കേട്ടിട്ട്. അല്ല, ധർമ്മേട്ടൻ ഉടമസ്ഥനാണെങ്കിലേ അതിന് രേഖയുണ്ടോ ബാലേട്ടാ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എഴുതി വെച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോഴാണ് മീനാക്ഷി, ചേച്ചി ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? ഈ രീതിയിലൊന്നും സംസാരിക്കരുത് കേട്ടോ, നമ്മളിവിടെ എല്ലാവരും ഒറ്റക്കെട്ടല്ലേ എന്ന് ദേവിയും പറയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ക് ചോദിക്കാനും ഒന്നും കണക്ക് നോക്കാറുമില്ല ഇവിടെ, എല്ലാം ബാലൻസും തന്നെയാണ് തീരുമാനിക്കുന്നത് കൃത്യമായിട്ട്. അത് നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പം മിത്ര പറയണം, ചേച്ചിയും കൂടെ ഇരിക്കുക, നമുക്ക് ഭക്ഷണം കഴിക്കാം. ഓ, നിങ്ങളൊക്കെ പറയാനേട്ടാ ഞാൻ എന്തോ വലിയ അപരാധം ചെയ്തതുപോലെയാണല്ലോ. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഇതൊക്കെ തുറന്ന് ചോദിച്ചതാണോ ഇപ്പം ഞാൻ ചെയ്ത തെറ്റ്? ആകാശേ നീ പറ, നിനക്ക് എത്രയാണ് ശമ്പളം തരണം? നീ എങ്കിലും ഒന്ന് കൃത്യമായിട്ട് പറ. അത് വെച്ചൊരു കുടുംബം നോക്കാൻ വേണ്ടി ചെയ്യോ? അപ്പം തന്നെ ധർമ്മം പറയും, മതി നിർത്താൻ. എന്ത് മതിയെന്ന്? എന്നെയും കൂടെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഞാനിതൊക്കെ ചോദിക്കുന്നത്. എനിക്കിതാ വാ തുറന്നുകൂടെ, മിണ്ടിക്കൂടെ? ഇത്രയും ചോദിക്കുമ്പോൾ തന്നെ ബാലന് ഭയങ്കര സങ്കടമാവോ കേട്ടോ. ബാലൻ ഇറങ്ങി കഴിക്കാൻ കൊടുത്ത ഭക്ഷണം പോലും കഴിക്കാതെ ബാലൻ ഒരൊറ്റ പോക്ക് അങ്ങോട്ട് പോവാണ്. അതോടുകൂടി എല്ലാവരും ആകെ ഡള്ളായിപ്പോയി. സുകന്യ എന്തെന്നാലും സുകന്യയുടെ സംസാരവും രീതികളും ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ലെന്ന് മനസ്സിലായി. അങ്ങനെ നേരെ റൂമിലേക്ക് ചെന്നിട്ട് പതിവ് പോലെ തന്നെ ധർമ്മൻ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് സുകന്യയ്ക്ക്. നിനക്ക് എന്താണ് ഈ വേണ്ടത്? ഈ ഗോമതി സ്റ്റോറിൻ്റെ അതിലെ രേഖയുണ്ടാകുന്നോ? എൻ്റെ പേരുണ്ടാകുന്നോ? അങ്ങനെയാണോ നീ നിനക്കത് വേണോ അല്ലേ? നീ എന്താ വിചാരിച്ച് വെച്ചിരിക്കുന്നത്? നീ ആരോടാ സംസാരിക്കുന്നത്? എൻ്റെ അളിയനോട്, ഞാൻ അച്ഛനെ പോലെ കാണുന്ന അളിയനോട് തർക്കുത്തരം പറയും. ഇങ്ങനെയൊക്കെ ചോദിക്കുകയാണല്ലേ നിൻ്റെ പണി? എനിക്കങ്ങനെ രേഖയുടെ കാര്യമൊന്നുമില്ല. അന്നും ഇന്നും അളിയൻ ചെയ്യുന്നത് തന്നെയാണ് ഇവിടെ വലുത്. ആർക്കും ഒരു കുറവും ഇല്ലാതെ തന്നെ എല്ലാ കാര്യങ്ങളും നോക്കി കൊണ്ടുവന്നത്. പിന്നെ ഗോമതി സ്റ്റോർ എന്ന് പറയുന്നത് ഒരാളുടെ സ്ഥാപനമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്ഥാപനം. നമ്മളെന്ന് പറഞ്ഞാൽ എല്ലാവരും അതിലുണ്ട്. ഇന്നലെ കയറി വന്ന നീയേ അതിൽ കണക്ക് ചോദിക്കാൻ വന്നാലുണ്ടല്ലോ, അതും എൻ്റെ അളിയനോട്. ഈ വീട്ടിലെ ഒരാളും അളിയൻ്റെ വാക്കിന് മറുത്ത് ഒരൊറ്റ അക്ഷരം മിണ്ടൂല, മനസ്സിലായോ? എന്തുകൊണ്ടെന്നറിയോ? അങ്ങനെയാണ് ഈ കുടുംബത്തെ എൻ്റെ അളിയൻ നോക്കുന്നത്. അങ്ങനെയുള്ളൊരു മനുഷ്യനോടാണ് നീ രേഖ ചോദിച്ചത് അല്ലേ? ഓ, കേട്ട പാതി കേൾക്കാത്ത പാതി ഓടി പോവാണ് പതിവ് പോലെ. ബാഗ് കൊടുത്ത് എല്ലാം പാക്ക് ചെയ്യാൻ തുടങ്ങി. എനിക്കൊരു ടാക്സി വിളിച്ചു തരാൻ പറ്റുമോ? ടാക്സിയോ? ഇപ്പോഴോ? എന്തിനാ? ഞാനേ എൻ്റെ വീട്ടിലേക്ക് പോവാം. എന്താ സുകന്യ ഇത്? എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ ഉടനെ പെട്ടിയെടുത്ത് വീട്ടിലേക്ക് പോകാമെന്നാണ് പറയുന്നത്. പിന്നെ അല്ലാതെ നിങ്ങളെ വിശ്വസിച്ചാണ് ഞാനിവിടെ വന്നത്. നിങ്ങൾക്ക് ഞാൻ എന്തുദ്ദേശിച്ചില്ല ഞാൻ ഇവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് സുകന്യ അങ്ങോട്ട് തുടങ്ങണ്ടോ. നിങ്ങൾക്കാണെങ്കിലേ എന്നെ പോലെ ഒരു പെണ്ണിനെ കിട്ടി തന്നെ ഭാഗ്യം. നിങ്ങളൊരു കാര്യം വിചാരിക്കണം, നിങ്ങളുടെ കല്യാണ ദിവസം നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. നിങ്ങളുടെ വിവാഹം കഴിക്കും ഞാനിന്ന് സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്താവുമായിരുന്നു? എന്നെപ്പോലെ സുന്ദരിയും സുശീലയും ഒക്കെ ആയിട്ടുള്ള ഒരു പെണ്ണിനെ നിങ്ങൾ കിട്ടിയില്ലേ അല്ലേ? അതിനുള്ളൊരു നന്ദികൾ നിങ്ങൾ കാണിക്കണ്ടേ? ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് നേരെ കണ്ണാടിയുടെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് പറയാം, കണ്ടോ നേരെ നോക്ക് എനിക്ക് സൗന്ദര്യം ഉണ്ടോയെന്ന്. ഇത്രയും സൗന്ദര്യമുള്ളൊരു പെണ്ണിലല്ലേ നിങ്ങൾക്ക് കിട്ടിയത്? എൻ്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പെണ്ണാണെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കുമോ? എനിക്ക് എന്തിൻ്റെ കുറവായിരുന്നു? പണമുണ്ട്, സൗന്ദര്യമുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഴുത്ത് നീ തന്നു താലി കെട്ടാൻ. അതെന്താ കാര്യം? നിങ്ങളൊരു പാവമാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് അതുകൊണ്ടാണ് പാവം പിടിച്ച ഒരാളിനെ ചതിക്കണ്ടല്ലോ എന്ന് വെച്ച് ഒരു ജീവിതം കൊടുക്കുക. അതുകൊണ്ടാണ്. പക്ഷെ നിങ്ങൾക്ക് ആ സ്നേഹം എന്നോടില്ലാന്ന് കണ്ട ആ നിമിഷം ഞാനിവിടുന്ന് പോകണം. ഏട്ടൻ പറ, ഞാനിവിടെ നിൽക്കണോ പോകണോ? പറയാൻ എന്നിങ്ങനെ വീണ്ടും ധർമ്മനോട് ചോദിക്കട്ടെ. ധർമ്മനാണെങ്കിൽ ഭയങ്കര സങ്കടത്തിൽ എന്ത് പറയണം. സുകന്യയുടെ ഈ സ്വഭാവം തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ട് അവിടെ പോയിരിക്കുന്നുണ്ട്.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് മിത്ര അകത്തേക്ക് കയറി വന്നിട്ട് മാമ ചേച്ചി രണ്ടുപേരും അങ്ങോട്ട് വിളിക്കുകയാണ്. എന്താ അല്ല സുകന്യേച്ചി കൊച്ചനും കൂടെ ഒന്ന് വെളിയിലോട്ട് ഇറങ്ങി വരുമോ, എന്താ കാര്യമെന്ന് പറയാം. അല്ല നിങ്ങളോട് രണ്ടുപേരുടെ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്നും പറയാം മിത്ര കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ പതിയെ മിത്രയുടെ പുറകെ ഇറങ്ങി പോവുകയാണ്. മിത്രയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് അറിയില്ല. ഇതൊക്കെ തന്നെയാണ് എപ്പിസോഡിൽ അടിക്കാൻ. ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്